ഹായ് മക്കളെ, അപ്പോൾ നമ്മുടെ മോഡൽ എക്സാമിനേഷൻ നാളെയാണല്ലേ. അപ്പോൾ 2 ഹോട്ട് ക്വസ്റ്റ്യൻ തന്നേട്ടെ. എന്നാ പിടിച്ചോ. നമ്മുടെ തെർമോഡൈനാമിക്സ് ആണ് ചാപ്റ്റർ. ഈ ചാപ്റ്ററിൽ നിങ്ങളെ കുഴപ്പിച്ച പ്രീവിയസ് നിങ്ങൾ കുഴപ്പിച്ച 2 ക്വസ്റ്റ്യനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ വായിച്ചു നോക്കുക. നമ്മുടെ കയ്യിൽ 2 സാമ്പിൾ ഉണ്ട്. എയും ബിയും ആണ് നമ്മുടെ സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്സിജൻ്റെ സാമ്പിളാണ്. ഓക്കെ, അതേപോലെ തന്നെ ഇനിഷ്യൽ ടെമ്പറേച്ചറും പ്രഷറും ഒക്കെ ഈക്വൽ ആണെന്ന് പറയുന്നുണ്ട്. ഇനി ശ്രദ്ധിക്കുക, നമ്മൾ ആ 2 സാമ്പിളിനെയും V1 എന്ന് പറയുന്ന വോളിയത്തിൽ നിന്നും അല്ലെങ്കിൽ V എന്ന് പറയുന്ന വോളിയത്തിൽ നിന്നും V/2 എന്ന് പറയുന്ന വോളിയത്തിലോട്ട് എന്ത് ചെയ്തു, കൊണ്ടുപോയി. അത് പ്രോസസ്സ് നടന്നത് എങ്ങനെയാണ്? കംപ്രസ് ചെയ്തു, 2നെയും കംപ്രസ് ചെയ്തു. അവിടെ നടന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്, ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഐസോതെർമിലാണ്. എയിനെ നമ്മൾ ഐസോതെർമിലായിട്ടും ബിനെ നമ്മൾ അഡേബാറ്റിക്കലി ആയിട്ടാണ് കംപ്രസ് ചെയ്തത്. ഓക്കെ, നമ്മളോട് കണ്ടുപിടിക്കാൻ പറ്റുന്നത് ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദി എന്താണ് മക്കളെ, ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദി ഫൈനൽ പ്രഷർ. ഫൈനൽ പ്രഷറിൻ്റെ റേഷ്യോ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒരു ഫിഗർ പോലെ കാണിച്ചു തന്നിട്ടുണ്ട്. ഈ ഫിഗർ ഒന്നും വരക്കണം നിർബന്ധമൊന്നുമില്ല, മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇതാണ് ഇനിഷ്യൽ കണ്ടീഷൻ. നമ്മുടെ സാമ്പിൾ എയും സാമ്പിൾ ബിയും ആണ്. അവിടുത്തെ പ്രഷറാണ് P1 ബിയും എന്ന് പറയുന്നത്. ഇനിഷ്യലി രണ്ടിടത്തെയും പ്രഷറും വോളിയും ഒക്കെ എന്താണ്, സെയിം തന്നെയാണ്, ടെമ്പറേച്ചറും സെയിം തന്നെയാണ്. ഫൈനൽ കണ്ടീഷൻ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ആദ്യത്തെ എയുടെ വോളിയം എന്തായിട്ട് മാറി? V/2 ആയിട്ട് മാറി. ഇതിൻ്റെ പ്രഷർ P2 ആയിട്ട് മാറി. ഇനി അതേപോലെ തന്നെ ആ ബി എന്ന് പറയുന്ന സാമ്പിളിൻ്റെ വോളിയം എന്താണ്? V/2. രണ്ടിൻ്റെ വോളിയം V/2 ആണ്. ഇവിടുത്തെ പ്രഷർ P2 ഡാഷ് ആയിട്ട് മാറി. പ്രഷർ എന്തായിട്ട് മാറി? P2 ഡാഷ് ആയിട്ട് മാറി. ഇവിടെ നടക്കുന്ന പ്രോസസ്സ് ഐസോതെർമലാണ്, ഇവിടെ നടക്കുന്ന പ്രോസസ്സ് ആണ് അഡേബാറ്റിക് ആണ്. അപ്പോൾ നമ്മൾ 2 കണ്ടീഷൻ എടുക്കാൻ പോവാണ്. സിസ്റ്റം എ നമ്മൾ എടുക്കുന്നു. ആദ്യം നമ്മൾ എടുക്കുന്ന സിസ്റ്റം എ ആണല്ലേ. അപ്പോൾ നമ്മൾ സിസ്റ്റം എ എടുക്കുകയാണ്. സിസ്റ്റം എ എടുത്തിട്ട് അവിടെ നടക്കുന്ന പ്രോസസ്സ് എന്താണ്? ഐസോതെർമൽ പ്രോസസ്സ് ആണ്. ഐസോതെർമലാണെങ്കിൽ നമുക്കറിയാം എന്താണ്, PV ഈസ് എ കോൺസ്റ്റൻ്റ് ആണ്. അതായത് നമുക്ക് എഴുതാം ഇനിഷ്യൽ പ്രഷർ ഇനിഷ്യൽ വോളിയം V ആണ്. അപ്പോൾ P1 എന്ത് കിട്ടും മക്കളെ? V1 അല്ലെങ്കിൽ P1V ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? P2 അല്ലേ. P2 എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്, P2 തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. എന്താണ് P2 തന്നെയല്ലടാ? യെസ്, P2 ഇൻറ്റു V/2 ആണ് അല്ലേ. P2 ഇൻറ്റു എന്താണ്? V/2 ആണ്. ഇവിടെ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? യെസ്, നമുക്ക് ഇവിടുന്ന് P2നെ കണ്ടുപിടിക്കാം. ഇവിടുന്ന് P2 എന്തായിരിക്കും? നിങ്ങൾ തന്നെ പറ. P2 ഈസ് ഈക്വൽ ടു, നമുക്ക് ഈ വോളിയത്തിനെ വെട്ടിക്കളയാം. വോളിയത്തിന് വെട്ടിക്കളഞ്ഞു എങ്കിൽ P2 ഈസ് ഈക്വൽ ടു നമുക്ക് പറയാൻ സാധിക്കും 2 ഇൻറ്റു എന്താണ് മക്കളെ? P1 ആണ്. ഇതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കുക. അപ്പോൾ നമുക്ക് P2 കിട്ടി. എന്താണ്? 2P1 ആണ്. ഇതേപോലെ തന്നെ നമ്മൾ സിസ്റ്റം ബി എടുത്തു. എന്തെടുത്തു? സിസ്റ്റം ബി എടുത്തു. സിസ്റ്റം ബി എടുക്കുമ്പോൾ അവിടെ നടക്കുന്ന പ്രോസസ്സ് അഡേബാറ്റിക് പ്രോസസ് ആണ്. അഡേബാറ്റിക് പ്രോസസ് ആണെങ്കിൽ P ഈസ് എ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, P1 ഇനിഷ്യൽ പ്രഷർ P1 തന്നെയാണ്, മാറ്റമൊന്നുമില്ല. V⁻γ ഇസ് ഈക്വൽ ടു മക്കളെ ഇവിടെ എന്താടാ? P2 ഡാഷ് അല്ലേടാ? P2 ഡാഷ് ആണ്. കാരണം ഫൈനൽ പ്രഷർ രണ്ടിൻ്റെയും വ്യത്യസ്തമാണ്. P2 ഡാഷ്. വോളിയം എന്ത് തന്നെയാണ്? വോളിയം V/2 തന്നെയാണ്. ഫൈനൽ വോളിയം V/2 ആണ്. അപ്പോൾ V/2 അല്ലേ, PV⁻γ ആണ്. V/2 ഗാമ എന്ന് എഴുതാം. ഓക്കെ അല്ലേടാ? എങ്കിൽ നമുക്കിതിനെ ഇങ്ങനെ എഴുതിക്കൂടെ? യെസ്, P1 V⁻γ P2 ഡാഷ് V⁻γ ഡിവൈഡഡ് ബൈ എന്താണ്? 2⁻γ. ഗാമയുടെ വാല്യൂ 1.4 എന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ആരൊക്കെ വെട്ടിക്കളയാം? യെസ്, നമുക്ക് ഈ V⁻γ നമുക്ക് എന്ത് ചെയ്യാം? വെട്ടിക്കളയാം. ഇവിടെ നിന്ന് നമുക്ക് P2നെ കണ്ടുപിടിക്കാം. ഓക്കെ, ഞാൻ P2 കണ്ടുപിടിക്കുവാണേ. P2 ഡാഷ് ഈസ് ഈക്വൽ ടു എന്താ മക്കളെ? P1 എന്താണ്? 2 എന്ത് കിട്ടി? ഗാമ എന്ന് കിട്ടി. ഇതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 2 എന്ന് വിളിച്ചു. ഇനി നമ്മുടെ പരിപാടി റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. സിംപ്ലി 2 റേഷ്യോ എടുത്താൽ മാത്രം മതി, വേറെ പരിപാടി ഒന്നുമില്ല. അപ്പോൾ റേഷ്യോ എടുക്കാൻ പോവാണ്. ഇക്വേഷൻ 1 / ഇക്വേഷൻ നമ്പർ 2 ചെയ്യുന്നു നമ്മൾ. ഇക്വേഷൻ 1 / ഇക്വേഷൻ നമ്പർ 2 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും നോക്കിയാടാ? യെസ്, P2 എന്ന് പറയുന്ന ഒന്നാമത്തേൻ്റെ പ്രഷറാണ്, ഒന്നാമത്തേൻ്റെ ഫൈനൽ പ്രഷറാണ്. സിസ്റ്റം എയുടെ ഫൈനൽ പ്രഷറാണ്. P2 ഡാഷ് എന്ന് പറയുന്നത് ബിയുടെ ഫൈനൽ പ്രഷറാണ്. P2/P2 ഡാഷ് ഈസ് ഈക്വൽ ടു നമുക്ക് എഴുതാം 2P1 ഡിവൈഡഡ് ബൈ മക്കൾ എന്താണ് കിട്ടുന്നത്? 2P1 ഡിവൈഡഡ് ബൈ യെസ് 2⁻γ എന്താണ്? P1 എന്നാണ്. നമുക്കിവിടെ P1 എന്ത് ചെയ്യാം? കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് ഇതിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ P2/P2 ഡാഷ് ഇസ് ഈക്വൽ ടു 2/2 ഇൻറ്റു ഗാമയുടെ വാല്യൂ നമുക്ക് എല്ലാവർക്കും അറിയാം 1.4 ആണ്. അപ്പോൾ നമുക്കിങ്ങനെ എഴുതിക്കൂടെ? 1 - ഗാമ എന്ന് എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു 2⁻1 ഗാമയുടെ വാല്യൂ 1.4 ആണ്. നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നത് എന്താണ് മക്കളെ? 2⁻⁻0.4 ആണ്. 2⁻⁻0.4 എന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? യെസ്, P2/P2 ഡാഷ് കിട്ടുന്നതാണ്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? താഴോട്ട് കൊണ്ടുപോകാം. അപ്പോൾ ഈസ് ഈക്വൽ ടു 1/2⁻0.4 എന്ന് കിട്ടി. 1/2⁻0.4 എന്ന് കിട്ടി. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒന്ന് കാൽക്കുലേറ്ററൊക്കെ അടിച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ആൻസർ കിട്ടും. ഇങ്ങനെ കിട്ടുന്നത് P2/P2 ഡാഷ് എന്ന് പറയുന്നത് 1/1.319 എന്ന് കിട്ടി. അപ്പോൾ റേഷ്യോ നമ്മൾ എടുക്കുമ്പോൾ P2 ഡാഷ് എന്ന് പറയുന്നത്
1:1.319. അടിപൊളിയായിട്ട് മനസ്സിലായില്ലടാ, അടിപൊളി ഒരു ക്വസ്റ്റ്യൻ ആണ്, നല്ല ഉഷാറ് ക്വസ്റ്റ്യൻ ആണ്. എങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം, ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ഒരു കാർനോട്ട് എഞ്ചിൻ്റെ എഫിഷ്യൻസി 1/6 ആണ്. ഒരു കാർനോട്ട് എഞ്ചിൻ്റെ എഫിഷ്യൻസി എത്രടാ? 1/6 ആണ് കാർനോട്ട് എഞ്ചിൻ്റെ എഫിഷ്യൻസി ഓൺ റെഡ്യൂസിങ് ദ ടെമ്പറേച്ചർ ഓൺ സിങ്ക് ബൈ. ഓക്കെ, എന്ത് ചെയ്തു നമ്മൾ? ടെമ്പറേച്ചർ, സിങ്കിൻ്റെ ടെമ്പറേച്ചർ 65 ഡിഗ്രി സെൽഷ്യസ് കുറച്ചു. സിങ്കിൻ്റെ ടെമ്പറേച്ചർ 65 ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞു. ഇറ്റ് എഫിഷ്യൻസി ബിക്കം 1/3. അതിൻ്റെ എഫിഷ്യൻസി എത്ര ആയിട്ട് മാറി? 1/3 ആയിട്ട് മാറി. എങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ ടെമ്പറേച്ചർ ഓഫ് സിങ്ക് ആൻഡ് സോഴ്സ്. സിങ്കിൻ്റെയും സോഴ്സിൻ്റെയും ടെമ്പറേച്ചർ എന്താണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ആൾക്കാരെന്ന് എടുത്തെഴുതാം. നമ്മൾ 2 കേസായിട്ടാണ്. ഒന്നാമത്തെ കേസിൽ എഫിഷ്യൻസിയാണ് 1/6 എന്ന് പറയുന്നത് അല്ലേ. ഒന്നാമത്തെ കേസിൽ കേസ് നമ്പർ 1 എടുക്കാം. നമുക്ക് കേസ് നമ്പർ 1 എടുക്കാം. കേസ് നമ്പർ 1 ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് ദി എഫിഷ്യൻസി ഓഫ് എ കാർനോട്ട് എഞ്ചിൻ. ഒരു കാർനോട്ട് എഞ്ചിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എത്രയാണ് തന്നിരിക്കുന്നത്? 1/6 ആണ്. എഫിഷ്യൻസി ഇൻഡിക്കേഷൻ നമുക്കറിയാലോ. എന്താണ് എഫിഷ്യൻസി ഇൻഡിക്കേഷൻ? 1 മൈനസ് T2/T1 എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടി മക്കളെ? 1 - T2/T1 എന്ന് പറയുന്നത് 1/6 കിട്ടി. ഓക്കെ അല്ലേ. ഇവിടെ നിന്ന് നമ്മളൊന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് T2ൻ്റെയും T1ൻ്റെയും വാല്യൂ എഴുതാം. T2 = നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കണമേ 5/6 ഇൻറ്റു എന്താണ് മക്കളെ? T1. ഇതിന് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കാം. ഇതേപോലെ നമ്മൾ കേസ് 2 എടുത്തേ. ഇതേപോലെ നമ്മൾ കേസ് 2 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ടെമ്പറേച്ചർ 65 ഡിഗ്രി ആയിട്ട് കുറക്കുന്നുണ്ടല്ലേ. ടെമ്പറേച്ചർ 65 ഡിഗ്രി ആയിട്ട് കുറക്കുന്നുണ്ടല്ലേ. നോക്കിയാടാ, ഓൺ റെഡ്യൂസിങ് ദ ടെമ്പറേച്ചർ ഓഫ് സിങ്കിൻ്റെ ടെമ്പറേച്ചറാണ് 65 ഡിഗ്രി ആയിട്ട് കുറക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാം സിങ്ക് എന്ന് വെച്ചാൽ ലോവർ ടെമ്പറേച്ചറാണ്, T2 ആണല്ലേ. അപ്പോൾ നമുക്കിങ്ങനെ പറഞ്ഞു വിടാടാ, എഫിഷ്യൻസി എത്ര ശതമാനമായി? എഫിഷ്യൻസി എത്രയായി? എഫിഷ്യൻസി 1/3 ആയി. അപ്പോൾ നമുക്കിങ്ങനെ എടുത്ത് വിടാം 1 മൈനസ് T2 എന്ന് പറയുന്നത് T2 മൈനസ് എത്രയാണ്? 65 ഡിഗ്രിയാണ് കുറച്ചതിൽ. അപ്പോൾ -65 ഡിവൈഡ് ബൈ T1 മാറ്റമൊന്നുമില്ല. = നമുക്ക് എന്ത് കിട്ടും? 1/3 എന്ന് കിട്ടും. നിങ്ങൾ ഇതിനൊന്ന് മക്കളെ സോൾവ് ചെയ്യുക. ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഇക്വേഷൻ കിട്ടും. ഇക്വേഷൻ പറഞ്ഞുതരാം. 3T2 - 2T. ഇത് ചെയ്യണം കേട്ടോ, ചെയ്യണവേ. 2T1 = 195 എന്ന് കിട്ടി. എത്ര കിട്ടിയാ? 195. ഇതിനെ ഇക്വേഷൻ നമ്പർ 2 എന്ന് വിളിച്ചു. ഇതിനെ ഇക്വേഷൻ നമ്പർ എന്ത് വിളിച്ചു മക്കളെ? ഇതിനെ ഇക്വേഷൻ നമ്പർ എന്ത് വിളിച്ചു? 2 എന്ന് വിളിച്ചു. ഇനി എന്താ ചെയ്യേണ്ടത്? ഇക്വേഷൻ 1നെ എടുത്ത് ഇക്വേഷൻ ഇട്ട് കൊടുക്കുക. ഇക്വേഷൻ 1 ഇൻ ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ 1 എടുത്ത് 2 ഇട്ട് കൊടുത്താൽ ആരും പരിപാടി കഴിഞ്ഞു. എന്ത് ചെയ്യുക? ഇവനെ എടുത്തിട്ട് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്താണ്? 3 ഇൻറ്റു T2ന് പകരം 5/6 T1 മൈനസ് 2T1 = നമുക്ക് എന്ത് കിട്ടും? 195 എന്ന് കിട്ടി. 195 എന്ന് കിട്ടി. എത്ര കിട്ടിയാ? 195 എന്നാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. ഓക്കെ അല്ലേ. 195 എന്ന് നമുക്ക് എന്ത് കിട്ടി? അവിടെ ആൻസർ കിട്ടി 195. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇതിനെ വെട്ടിക്കളഞ്ഞ് നമുക്ക് 2/5 എന്ന് കിട്ടി. അപ്പോൾ 2.5 T1 മൈനസ് 2T1 = 195. ഇവിടെ നമ്മൾ T1നെ കണ്ടുപിടിക്കുന്നു. T1 = നമുക്കറിയാം 2.5ൽ നിന്ന് 2 പോയി കഴിഞ്ഞാൽ നമുക്കറിയാം 0.5 ആണ്. 0.5 = 195 ആണ്. 0.5 അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും T1 = ഇതിൻ്റെ ഡബിൾ ആകും. 195 ഇരട്ടി 390 എന്ന് കിട്ടി. അതായത് 390 കെൽവിനാണ് T1 എന്ന് പറയുന്നത്. സിമിലർ വേ T2 = നമുക്ക് പറയാം 5/6 ഇൻറ്റു T1 ആണ്. 390 നമ്മൾ ചെയ്യുമ്പോൾ 325 കെൽവിൻ എന്ത് കിട്ടും? നമുക്ക് ആൻസർ കിട്ടും. അതിമനോഹരമായ കിടുക്കാച്ചിയായിട്ടുള്ള കിണ്ണം കാച്ചിയുള്ള 2 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതേപോലുള്ള വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. നമ്മുടെ പബ്ലിക് എക്സാമിനേഷനുള്ള വീഡിയോസൊക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ മക്കളെ.